ചെറിയ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹുവേ പടച്ചവരെ സമാധാനം കിട്ടാൻ ഒരു ചരിത്രം സൂക്ഷിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു. രണ്ടാൺമക്കളാണുള്ളത്. ജാബിർ തങ്ങളും ഭാര്യയും മക്കളും വല്ലാത്ത സന്തോഷമാ. ഒരു ദിവസം സന്തോഷം കാരണം അവരെല്ലാവരും തുള്ളിച്ചാടുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? അവരുടെ വീട്ടിലേക്ക് മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഭക്ഷണം കഴിക്കാൻ വരികയാണ്. റസൂലുള്ളാഹി വിരുന്ന് വരുന്ന ദിവസമോ സന്തോഷം കാരണം ജാബിർ തങ്ങളും ഭാര്യയും കിടന്ന് വല്ലാത്ത സന്തോഷത്തിലാ. ജാബിർ തങ്ങൾ പറഞ്ഞു, പെണ്ണേ അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണമുണ്ടാക്ക്. ഭാര്യ അടുക്കളയിലേക്ക് ഭക്ഷണമുണ്ടാക്കാ പറഞ്ഞു വിട്ടിട്ട് ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കണമല്ലോ. ആടിന്റെ ഇറച്ചി വല്ലാത്ത ഇഷ്ടമാണല്ലോ. ഓടി ചെന്നിട്ട് ഒരു ആടിനെ പിടിച്ച് അറുക്കുകയാണ്. ഒരാടിനെ പിടിച്ചറുത്തു. എന്നിട്ട് അതിന്റെ ഇറച്ചി മുഴുവനും എടുത്തിട്ട് അടുക്കളയിലേക്ക് കടന്നു വന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ അടുക്കളയിൽ നിന്ന് കറിയുണ്ടാക്കുകയോ. അവിടെ നിന്ന് ഭർത്താവ് ഇറച്ചിക്കറി വെക്കുന്നു, ഭാര്യ ചപ്പാത്തി റെഡിയാക്കുന്നു. രണ്ട് മക്കളെ വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുകയാണ്. രണ്ടുപേർക്കും പ്രായപൂർത്തിയായിട്ടില്ല. അല്ലാഹുവേ വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുമ്പോ മൂത്ത മകൻ അനുജനോട് ചോദിച്ചു, മൂത്തവനുണ്ടല്ലോ അനുജനോട് ചോദിച്ചു, മോനെ വാപ്പ ആടിനറുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? വാപ്പ ആടിനറുത്തത് എങ്ങനെയാണെന്ന് കണ്ടോ? ജേസൻ അനുജനോട് ചോദിച്ചപ്പോ അനുജൻ പറഞ്ഞു, ഇല്ലയിക്കാ, വാപ്പ ആടിനറുത്തത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടില്ല. മോന് കാണണോ? വാപ്പ ആടിനറുത്തത് എങ്ങനെയാണെന്ന് കാണണോ? അനുജൻ പറഞ്ഞു, കാണണമിക്കാ. എന്തേ ചെയ്തതെന്നറിയുവോ? എന്തേ ചെയ്തതെന്നറിയുവോ? പടച്ചറപ്പേ, വാപ്പാടിനറുത്ത കത്തിയെടുക്കുകയാണ്. വാപ്പാടിനറുത്ത കത്തിയെടുക്കുകയാ. എന്നിട്ടൊരു കയറെടുത്തു. എന്നിട്ട് തന്റെ കൂടപ്പുറപ്പിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. വാപ്പാടിന്റെ കൈകാല് കെട്ടിയതുപോലെ അനുജന്റെ കൈകാല് കെട്ടുകയാ. എന്നിട്ട് വാപ്പാടിന്റെ കഴുത്ത് തിരിച്ചു വെച്ചതുപോലെ തന്റെ സഹോദരന്റെ കഴുത്തിങ്ങനെ തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് വാപ്പാടിന്റെ കഴുത്തിലെ കത്തി വെച്ചറുത്തല്ലോ. ആ കത്തിയെടുത്തിട്ട് തന്റെ പൊന്നാര അനുജന്റെ കഴുത്തിൽ വെച്ചിട്ടറുക്കുകയാ. സുബ്ഹാനല്ലാഹ്, തന്റെ അനുജന്റെ കഴുത്തറ്റു പോവുകയാണ്. അല്ലാഹുവേ, മരണവ് പ്രാണത്തിൽ കിടന്ന് പിടയുകയാണ്. തന്റെ പൊന്നാര അനുജനുണ്ടല്ലോ, അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടപ്പോ, അവിടെ കിടന്ന് കൈകാലുകൾ ഇട്ടടിക്കുന്നത് കണ്ടപ്പോ കയ്യിലിരുന്ന കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈ പൊന്നുമോനോടുകയാ. അല്ലാഹുവേ, തന്റെ പൊന്നാര അനുജന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോ പേടിച്ച് ഈ പൊന്നുമോനോടുകയാണ്. അല്ലാഹുവേ, ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാ. ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുമ്പോ അവന്റെ കാല് തെറ്റിയിട്ട് താഴെ വീഴുകയാ. വീഴുന്ന അവസരത്തില് ആ പൊന്നുമകന്റെ തല ഒരു കല്ലിലടിച്ചിട്ട് അവന്റെ തല പൊട്ടിയിട്ട് തലച്ചോറ് തിറയ്ക്കുകയാണ്. അവന്റെ തലച്ചോറ് തിറയ്ക്കുകയാ. അവിടെ കിടന്നിട്ടൊന്ന് കരയാ, ഒന്ന് വിളിക്കാൻ പോലെ കഴിഞ്ഞില്ല. ആ പൊന്നുമോന്റെ തല പൊട്ടിയിട്ട് അവിടെ കിടന്ന് രക്തമൊലിച്ചവനും മരണപ്പെടുകയാ. രണ്ട് മക്കള് വീടിന്റെ വെളിയിൽ മരിച്ചു കിടക്കുന്നു. ഭാര്യയും ഭർത്താവും ഒന്നും അറിയാതെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം വെക്കുകയാണ്. അവസാനം നെയ്തീർന്നു പോയി. ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ,
നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരികയോ, നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മ കാണാൻ കഴിയാത്ത കാഴ്ചയല്ലേ. രണ്ടാമത്തെ പൊന്നുപോര് തലവേറെ ഉടല് വേറ് പടച്ചവരെ മരിച്ചു കിടക്കുന്ന ഒരു രംഗമോ ആർക്കാ താകാൻ കഴിയോ, ഏതുമ്മയ്ക്കാ താകാൻ കഴിയോ? എന്തേ സംഭവിച്ചതെന്നറിയില്ലോ. തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ. അവൾ ഈമാനുള്ളവളാ. അല്ലാഹുവേ, അവിടെ ഇരുന്ന് ചിന്തിച്ചുറപ്പേ, എന്റെ ഭർത്താവിനോട് പറയാ പാടില്ലല്ലോ, എന്റെ ഭർത്താവ് ഇതറിയാ പാടില്ലോ, എന്റെ മകൻ മരിച്ചത് ഭർത്താവ് അറിയാ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് ഭക്ഷണം കഴിക്കാ വരുന്ന ദിവസമോ ഇത് മരണവീടാകാ പാടില്ല. റസൂലുള്ള പോയതിനു ശേഷമേ എന്റെ ഭർത്താവ് ഇതറിയാ പാടുള്ളൂ. പടച്ചറപ്പേ, തന്റെ പൊന്നുമോന്റെ മയ്യത്തെടുത്തിട്ട് മാറ്റിക്കിടത്തുകയാണ്. ഒരു തുണിയെടുത്ത് പുതച്ചു തന്റെ പൊന്നാര മകന്റെ മയ്യത്തിങ്ങനെ മറച്ചു വെച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോ അതാ കിടക്കുന്നു തന്റെ മൂത്തമോര്. തലച്ചോറ് പൊട്ടിച്ചിതറി കിടക്കുകയാണ്. അവനും മരിച്ചു കിടക്കുകയാ. തന്റെ പൊന്നാര അനുജന്റെ കൂടെ ആ പൊന്നുമോന്റെ മയ്യത്തും കൊണ്ടുവന്ന് കിടത്തുകയാണ്. രണ്ടുപേരെയും ഒരുമിച്ച് കിടത്തിയിട്ട് തുണിയെടുത്ത് മറച്ചിട്ട് അല്ലാഹുവേ വീടിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ ജാബിർ തങ്ങൾ ചോദിച്ചു, പെണ്ണേ എന്തേ പറ്റിയത്? അവിടെന്ന് പറഞ്ഞൊന്നുമില്ല, തീയുടെ ചുവട്ടിലിരിക്കുകയാണല്ലോ, ഭർത്താവിനോട് പോലും പറഞ്ഞില്ല. അവസാനം എന്റെ പ്രിയമുള്ളവര് അതാ വരുന്നു അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാണ്. പ്രവാചകൻ ഇങ്ങനെ കടന്നു വരുമ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, നബിയേ, പോകുന്ന വീട്ടില് 2 കുട്ടികളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ആ മക്കളെ കൂടെ വിളിച്ചിരുത്തിയട്ടെ ഭക്ഷണം കഴിക്കാ പാടുള്ളൂ. ജിബ്രീൽ വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ മുന്നിൽ വന്നു. അവിടെ നിന്ന് സലാം പറഞ്ഞു. വീടിനകത്ത് കയറി ജാബിർ റളിയല്ലാഹു തആല കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജാബിറേ, മക്കളെവിടെ ജാബിറ്? അവരെ കൂടെ വിളിക്ക ജാബിറ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാ ജാബിറ്. ജാബിർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ മക്കൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാ ഭാഗ്യമുണ്ടല്ലോ. അവിടെ നിന്ന് വിളിച്ചു, പെണ്ണ്, മക്കളെ റസൂലുള്ള വിളിക്കുന്ന വിളിച്ചു കൊണ്ടുവാ. ജാബിർ തങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിനകത്ത് ഹൃദയം പൊട്ടുന്നത് പോലെയാണ് വാർത്ത കേട്ടത്. അവിടെ നിന്ന് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാ പറ. ജാബിർ തങ്ങൾ പറഞ്ഞില്ല, പെണ്ണേ, മക്കളെ വിളിക്ക്. രണ്ടാമതും പറഞ്ഞു, റസൂലുള്ളയോട് ഭക്ഷണം കഴിക്കാ പറ. മൂന്നാമതും ജാബിർ തങ്ങളെ വിളിക്കാ പറഞ്ഞു. എന്നിട്ടും വിളിക്കാതെ വന്നപ്പോ വല്ലാത്ത ദേഷ്യം വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുകയാ. റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്ന് എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുമ്പോ നീ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അവിടെ നിന്ന് വഴക്ക് പറഞ്ഞപ്പോ സഹികെട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി മറച്ചിട്ടിരിക്കുന്ന മറയങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്,
ജാബിർ തങ്ങളും മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ തളർന്നു വീഴുകയാ. തന്റെ പൊന്നാര മക്കള് രണ്ടുപേരും മരിച്ചു കിടക്കുന്ന രംഗം കാണുമ്പോ ജാബിർ റളിയല്ലാഹു തആല മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ആ സമയമുണ്ടല്ലോ ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ്, ഈമാനുള്ള പെണ്ണ്, ദീനിനെ കുറിച്ച് അറിവുള്ള പെണ്ണ്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ തലയിൽ കൈവച്ചിട്ട് അവിടെന്ന് ചോദിച്ചു, ജാബിറേ കരയുകയാണോ ജാബിറ്, കരയുകയാണോ ജാബിറ്? ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ. ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാ ജാബിറ്. നമ്മുടെ വീടിനകത്തിരിക്കുന്നതാരെന്നറിയുവോ? ഈ ലോകം മുഴുവനും പടക്കാ കാരണക്കാരനായ അല്ലാഹുവേ, ഉമ്മയെക്കാല് വാപ്പയെക്കാല് മക്കളെക്കാല് സ്വന്തം ജീവനക്കാര് സ്നേഹിക്കേണ്ട പ്രവാചകന് ഭക്ഷണം കഴിക്കാൻ വീടിനകത്തിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ ജാബിറേ? എഴുന്നേക്ക് ജാബിറ്, എഴുന്നേക്ക് ജാബിറ്. റസൂലുള്ളാഹി ഒന്നും അറിയാ പാടില്ല, പ്രവാചകനൊന്നും അറിയാ പാടില്ല. ഭക്ഷണം കഴിച്ചു പോകുമ്പോഴേ പറയാ പാടുള്ളൂ. അതുകൊണ്ട് കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണുനീര് തുടപ്പിച്ചിട്ട് ജാബിർ റളിയല്ലാഹു തആല പ്രവാചകന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുമ്പോ ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവേ, പ്രായപൂർത്തിയാകാത്ത മക്കള് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണേ വാപ്പാ. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. വാപ്പ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കൾ ഒരിക്കലും അല്ലാഹുവേ അഹങ്കാരിയാവൂല, ധിക്കാരിയാവൂല. പടച്ചവരെ, വാപ്പ ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോ അവന് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, വാപ്പാ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ? എനിക്കും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമുപ്പാ, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ? വാപ്പയുടെ കയ്യിൽ പിടിച്ച് പറയുന്ന മക്കളുണ്ടാകുമുപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിസ്കരിച്ച് ഖുർആൻ ഓതുന്നത് കണ്ടു വളർന്ന മക്കള്, അവള് നിന്റെ കൂടെ ഇരിക്കുമ്പോള് അവളും ഖുർആൻ ഓതും, അവളും നിസ്കരിക്കും, അവളും നല്ല കാര്യം ചെയ്യും. പടച്ചവര്, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്ന് വിളിക്കുമ്പോ അവള് പറയുമടാ ചെറുപ്പക്കാരാ, എന്റെ ദീനന് എനിക്ക് വേണമടാ, എന്റെ ദീനാണ് എനിക്ക് വേണ്ടത്, എനിക്ക് എന്റെ റബ്ബിനെ വേണം, എന്റെ സമുദായത്തെ നാണം കെടുത്താൻ എന്നെ കിട്ടില്ലടാ. എത്ര കൊല്ലം നീ എന്റെ പുറകെ നടന്നാൽ എന്നെ വഴിപിടപ്പിക്കാൻ കഴിയില്ലടോ. ഇന്നീ അഖാഫുല്ലാ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാടാ. അങ്ങനെ പറയുന്നവര് മക്കള് നമുക്ക് വേണ്ടി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. നിങ്ങളെ കണ്ടാണ് മക്കള് വളരുന്നത്, നിങ്ങളെ കണ്ടാണ് മക്കള് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് വാഴ്ന്നു നിർത്തുകയാ, എന്റെ പ്രിയമുള്ളവരോട് വാഴ്ന്നു നിർത്തുകയാ. എന്റെ പ്രിയമുള്ളവര്, ഏത് തലതിരിഞ്ഞു പോയ മക്കളും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ ഏത് വൃത്തികെട്ടവനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ ഏത് വൃത്തികെട്ടവനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാ, ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാ. ഓതിയാ
കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ? ഒന്ന്, അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ അവസാനം അല്ലാഹു നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവസാനം നന്നാവുകയാ, നിന്റെ അവസാന യാത്ര നന്നാവുകയാ. 3, സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 പ്രതിഫലം അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയ, ഒരു ചെറിയ സൂറത്ത് ഓതിയ കിട്ടുന്ന 3 പ്രതിഫലമാണ്. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയ സൂറത്ത് പറഞ്ഞു തരാം, അത് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതിയ കിട്ടുന്ന പ്രതിഫലം എത്ര വൃത്തികെട്ടവനും നന്നാവും. ഒളിച്ചോടിയിട്ട് വിളിച്ചുകൊണ്ട് വീട്ടിനകത്ത് ഇരുത്തിയിരിക്ക, എനിക്ക് അവനെ തന്നെ മതിയെന്ന് വാശി പിടിക്കണം. മോളുടെ തലയിൽ ഓദിക്കോ, ഏത് തലതിരിഞ്ഞതും നന്നാകും. അള്ളാഹുവിന്റെ ഖുർആനിലെ ഈ സൂറത്ത് ഓതിയ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം. 2, രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ അവസാന യാത്ര നന്നാകും. നിന്റെ അവസാന യാത്ര നന്നാകും. ഈ ലോകത്ത് നിന്ന് പോകുമ്പോ വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ പോകാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3ാമത്തെ പ്രതിഫലം, നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതാ മനസ്സുള്ളവര് മാത്രം കൈവക്കിക്ക്. ചെറിയ സൂറത്ത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളത് ഓർത്തിട്ടിരിക്കുകയല്ലേ? ഉസ്താദിപ്പയുടെ റസൂലുള്ളാഹിനെ കാണാനുള്ള ആയത്തിലിരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും കാണാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത വർഷം എത്ര പെൺകുട്ടികളെ കെട്ടിക്കും എനിക്കറിയില്ല, അതൊന്നും അറിയില്ല. പക്ഷേ എനിക്കെൻ്റെ മാലിക് ദിനാർ നല്ല പേരിട്ടിരിക്കണ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷവുമില്ല ഈ സദസ്സിലൊരു 34 വയസ്സുള്ളൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്. ഞാൻ ആ പെൺകുട്ടി എന്നെ വിളിച്ച നമ്പർ ഞാൻ ഒരുപാട് തപ്പി നോക്കി, പക്ഷെ എനിക്കത് ആരെന്നറിയില്ല. ഈ സദസ്സിൽ കാണും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ആ പെൺകുട്ടി നിങ്ങളെ സമീപിക്കും. ആ പാവപ്പെട്ട പൊന്നുമോള് നിങ്ങളെ സമീപിക്കുമ്പോൾ ആ മോളുടെ നിക്കാഹിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾ കൊടുക്കണം. ഉറപ്പായിട്ടും ആർക്ക് കൊടുത്തില്ലെങ്കിലും ആ പൊന്നുമോളെ നിങ്ങൾ ഏറ്റെടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റാഫി എന്താ റാഫി, മറക്കല്ലേ മോനെ, മറക്കല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ മോക്ക് 34 വയസ്സുണ്ട്. തൻ്റെ താഴെയുള്ളവർക്ക് 32 വയസ്സുണ്ട്. അതിൻ്റെ താഴെയുള്ളവർക്ക് 28 വയസ്സ്. അള്ളാഹു നിങ്ങൾ ചിന്തിക്ക്. 34, 32, 28 3 ഇരിക്ക. അള്ളാഹു ആലം. അള്ളാഹു ആ 3 പെമ്മക്കൊക്കെ റബ്ബേ കരുണക്കടലായ അള്ളാഹ് നീ നല്ലൊരു ജീവിതം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു നീ ഒരു നല്ല ജീവിതം കൊടുക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്ക് വേണ്ടിയാ. ഇതുപോലെയുള്ള ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട്. ആ പാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടിയാ. എനിക്ക് പിരിക്കാനൊന്നും അറിയില്ല, ഞാനിത് ഇഷ്ടപ്പെടുന്ന ആളുമല്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹുവേ ഇന്ന് 25 മക്കളെ നാളെ ഇവിടെ കല്യാണം കഴിക്കുമ്പോൾ അള്ളാഹു തന്ന എൻ്റെ ഈ ശബ്ദം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടായല്ലോ. കഴിഞ്ഞ വർഷം വഴുതിന് വന്നപ്പോൾ ഇതുപോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വഴുതു പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും അൽഹംദുലില്ലാഹ് നിങ്ങൾ പലരും തന്നവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പ്രതിഫലം പറയാം. എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട. ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് ആരെങ്കിലും നിങ്ങൾ കൊടുത്താൽ ഒരു വർഷം നിങ്ങളുടെ മുന്നിലില്ലേ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നിങ്ങളുടെ മക്കളെ നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പാ നിന്റെ മക്കള് കാരണം നിനക്ക് കരയേണ്ടി വരില്ല. നിന്റെ മക്കള് കാരണം നാണം കെടേണ്ട ഒരു ഗതി നിനക്ക് വരൂല. ഇത്ര നല്ല മക്കളെന്നറിയോ? ഓരോ സദസ്സിലും എൻ്റെ വാഴ്ച കേൾക്കുന്നവർക്കറിയാം, ഞാൻ അവസാനം നെഞ്ചുപൊട്ടിയിട്ട് കരഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. പടച്ചോനെ എൻ്റെ മോനെ നീ നന്നാക്കി തരണേ. നീ പറ പെങ്ങളെ, നിന്റെ മക്കള് നിനക്ക് ദുആ ചെയ്യുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? കടലിൽ തിരമാലകളെ കീറി മുറിച്ച് നീ കടലിൽ പോയി കഷ്ടപ്പെട്ടിട്ട്
ജീവിതം കയ്യിൽ പിടിച്ചിട്ട് നീ കഷ്ടപ്പെട്ടിട്ട് പോറ്റി വളർത്തുന്ന നിന്റെ മക്കള് നിനക്ക് ദുആ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വാപ്പയുടെ ഖബർ എവിടെയാണെന്ന് അറിയാത്ത മക്കളാ നിന്റെ മക്കൾ. സ്വന്തം ഉപ്പയുടെ ഖബറെവിടാ, ഉമ്മയുടെ ഖബറെവിടാന്ന് തിരിച്ചറിയാത്ത മക്കൾ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഓരോ പ്രാവശ്യവും മനസ്സിൻ്റെ ഉള്ളിൽ ഞാനും കണ്ടൊരു മകനെ, അവളെ നെഞ്ചത്തിൽ ഞാൻ മകനെ കണ്ടു. മക്കളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയോ? ഞാൻ എൻ്റെ വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ പള്ളിയുടെ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു 33 വയസ്സ് വരെ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണൊരു ബാഗും പിടിച്ച് നിൽക്കുന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മകൻ പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് കാണുന്നില്ല, ഒന്ന് പറഞ്ഞു വിടും ഉസ്താദ്. ഞാനിങ്ങനെ പോയി നോക്കി, അവിടെയെങ്കിലും ആരും കണ്ടില്ല. നല്ലതുപോലെ നോക്കിയില്ല, ഞാൻ ചുമ്മാതിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കി, അവിടെങ്ങും കണ്ടില്ല. ഞാൻ വന്നിട്ട് പറഞ്ഞു, ഇത്ത അവിടെങ്ങും ആരുമില്ല. ഇല്ല ഉസ്താദേ, എൻ്റെ മോനുണ്ട്, ജുബയും തൊപ്പിയൊക്കെ ധരിച്ചവൻ കോളേജിൽ പഠിക്കുക, ഹാഫിദിന് പഠിക്കുക, 17 ജുസു കാണാതെ പഠിച്ചു. ഇന്ന് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുകയാ, വാപ്പയോടൊന്ന് യാത്ര പറയാൻ പോയതാ ഉസ്താദേ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞുവിടുവോ, ബസ് വരാൻ സമയമായി ഉസ്താദ്, എനിക്ക് ശുദ്ധിയില്ല, ഒന്നെൻ്റെ മോനെ പറഞ്ഞുവിടുവോ? ഉമ്മ, ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ തെരഞ്ഞു നോക്കി. ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ തെരഞ്ഞു നോക്കുമ്പോൾ വെള്ള ജുബയും തൊപ്പിയൊക്കെ ഇട്ടൊരു ചെറിയ മകൻ അവൻ്റെ വാപ്പാടെ ഖബറിൻ്റെ ചാരത്ത് ഇരുന്നിട്ട് ദുആ ചെയ്യാ. അതാ കാണാഞ്ഞേ? അവനവൻ്റെ ഉപ്പയുടെ ഖബറിൻ്റെ ചാരത്ത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്യാ. ഞാൻ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോനെ, ഉമ്മ വിളിക്കുന്നടാ, പെട്ടെന്ന് പോകാൻ പറഞ്ഞു. എഴുന്നേക്കണ സമയത്ത് അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ, എൻ്റെ വാപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യ. എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാ മകൻ. അവനെങ്ങനെ പറയണ കണ്ടപ്പോൾ സഹിച്ചില്ല. ഞാൻ ആ ഖബറിൻ്റെ ചാരത്ത് അവനെയും പിടിച്ചു നിർത്തിയിട്ട് ഫാത്തിഹ ഓതി, ഖുൽഹു അല്ലാഹ് ഓതി, ഫലക് ഓതി, നാസ് ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ദുആ ചെയ്യടാ. അള്ളാഹുവിൻ്റെ ഖുർആൻ 17 ജുസു നീ കാണാതെ പഠിച്ചവനാ. നീ ദുആ ചെയ്താൽ നിന്റെ വാപ്പയ്ക്ക് വലിയ സന്തോഷമാകും, അള്ളാഹു നിന്റെ ദുആ സ്വീകരിക്കും. മോനെ, നീ ദുആ ചെയ്യാൻ പറഞ്ഞപ്പം പറഞ്ഞില്ല ഉസ്താദെ, നിങ്ങൾ ദുആ ചെയ്യ, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവസാനം ആ ചെറിയ മകന്റെ നിർബന്ധത്തിന്റെ മുന്നിൽ വഴങ്ങിയിട്ട് ഉമ്മ, ഞാൻ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. ആ 11 വയസ്സുകാരൻ കരയാനും തുടങ്ങി. അന്നാ ഞാൻ കരയണ കരച്ചിൽ കണ്ടത്. നെഞ്ചു പൊട്ടിയിട്ടൊരു കുഞ്ഞ് കരയുന്ന കരച്ചിൽ എന്നാ ഞാൻ കണ്ടത്. ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഞാൻ കരഞ്ഞു ദുആ ചെയ്യും. ഞാനിങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി, അവൻ കരയാനും തുടങ്ങി. ഒരു 3-4 മിനിറ്റ് ആയപ്പോ അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു, പടച്ചവനെ, ഈ മനുഷ്യന്റെ ഖബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ഇത്രേ പറഞ്ഞുള്ളൂ. ആ 11 വയസ്സുകാരൻ വാപ്പാ എന്ന് വിളിച്ചിട്ട് ഖബറിന്റെ മുകളിലങ്ങ് വീണു. എഴുന്നേക്കണില്ല. എത്ര പിടിച്ചു പൊക്കാൻ നോക്കിയിട്ടും അവൻ എഴുന്നേക്കണില്ല. അങ്ങനെ തേങ്ങ വാപ്പയുടെ ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞവന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരവന്റെ ഉപ്പയുടെ പച്ച മണ്ണിന്റെ മുകളിൽ, അവന്റെ വാപ്പയുടെ ഖബറിന്റെ മുകളിലെ മണ്ണവന്റെ ജുബ്ബയിൽ പറ്റി ഞാനിങ്ങനെ തുടച്ചു അഴുക്കായി. അവൻ എന്നിട്ടിങ്ങനെ തേങ്ങ. 11 വയസ്സുകാരന്റെ കരച്ചില് കണ്ടപ്പോ ഇവന്റെ കരച്ചില് നിർത്താൻ ഞാൻ പറഞ്ഞു, മോനെ, നീ കരഞ്ഞാ നിന്റെ വാപ്പയ്ക്ക് വല്ലാത്ത വേദനയുണ്ടാകും. നിന്റെ ഉപ്പയും നീ കരയുന്നത് കണ്ടാ ഖബറിൽ കിടന്ന് കരയും. മോനെ, നീ കരയില്ലേ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്നവൻ എന്നോട് ചോദിച്ചു, ഉസ്താദെ, ഞാൻ കരഞ്ഞാ എൻ്റെ വാപ്പ കരയോ? കരയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ഇനി കരയില്ല. ആ പൊന്നുമോൻ പെട്ടെന്ന് കണ്ണുനീര് തുടച്ചു. ഞാൻ അവന്റെ കയ്യിൽ പിടിച്ച് പള്ളിക്കാട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോ അവൻ എൻ്റെ കയ്യിൽ എന്നോട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവോ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവോ? അല്ലാഹുവേ, ഞാൻ കയ്യിൽ നിന്ന് വിട്ടു. അവന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അസ്സലാമു അലൈക യാ അബീ. തൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ഖബറിന്റെ ചാരത്തിൽ നിന്നൊരു സലാം പറഞ്ഞിട്ട് അവന്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ, ഞാൻ വീട്ടിൽ നിന്ന് പോകുകയാ, പഠിക്കാൻ പോകുകയാ. ഞാൻ ഹാഫിളാകാൻ വേണ്ടി എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ ഖബറിനകത്ത് കിടക്കുന്ന വാപ്പയോട് ആ മകൻ പറയാ, ഞാനിന്ന് പോകുകയാ, എൻ്റെ വാപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് എൻ്റെ ഉപ്പാനെ ഉമ്മാനെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, എനിക്ക് ഹാഫിളാകണം, ദുആ ചെയ്യണേ എന്ന് മരിച്ചുപോയ വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് പറയുന്നൊരു മകനെ കണ്ടപ്പോ അല്ലാഹുവേ, അതുപോലെ ഒരെണ്ണത്തെ എനിക്കും തരണേ എന്ന് ദുആ ചെയ്തു. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പാവപ്പെട്ട പെൺകുട്ടി ആരുമില്ല ആ പാവങ്ങൾക്ക്.
ആരാരുമില്ലാത്ത ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് കൊടുത്ത നിന്റെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അത് ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. നിനക്ക് പ്രയോജനമുള്ള മക്കളെ അല്ലാഹു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. നമ്മുടെ മക്കൾ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുമോ എന്നറിയില്ല, മയ്യത്ത് നിസ്കരിക്കുമോ എന്നറിയില്ല, ഖബറിൻ്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുമോ എന്നറിയില്ല. അതുകൊണ്ട് ഈ പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സമയം ആരുടെ മണ്ണിലേക്ക് പോകുമ്പോൾ ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് പോകണമല്ലോ. വാപ്പയും ഉമ്മയും ആരുണ്ടാകില്ലല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, മരണമെത്തുന്ന സമയം, മരണം കണ്ണിൻ്റെ മുന്നിലെത്തുമ്പോൾ ഈ സദസ്സിരിക്കണ ഓരോ വാപ്പയും പറയും, ഇസ്രായേലേ എനിക്കൊരു സെക്കൻഡ് ഇതാ, എൻ്റെ കൂടെ കിടക്കുന്ന ഭാര്യയോടൊരു കാര്യം പറയാനാ. എൻ്റെ ചാരത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യയോട്, എൻ്റെ അടുത്ത റൂമിൽ കിടക്കുന്ന എൻ്റെ കൂടപ്പുറപ്പിനോട് ഒരു കാര്യം പറയാനൊരു സെക്കൻഡ് ഇതാ. എന്തേ പറയാനുള്ളത്? ഇസ്രായേൽ ചോദിക്കുമ്പോൾ പറയും, ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അതിലല്പമെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണേ എന്ന് പറയാൻ ഒരവസരം തരണേ എന്ന് മരണസമയത്ത് യാചിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അൽഹംദുലില്ലാ, നിങ്ങളോട് ആരോടും എനിക്കറിയില്ല, ഒരു പവനോ അരപ്പവനോ ഒക്കെ ചോദിക്കുന്ന കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാ, ഞാൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടുമില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നൽ തരുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, വേണ്ട നിർബന്ധിച്ച് വാങ്ങൂല. അള്ളാഹു നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിനക്ക് തോന്നൽ തന്നാ നീ കൊടുക്ക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അൽഹംദുലില്ലാ. ആരെങ്കിലും എൻ്റെ അടുത്ത കൊല്ലം നടക്കുന്ന കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി ഒരു പവൻ, ആ ഉമ്മയുടെ ഉദ്ദേശം തൻ്റെ ഉമ്മയും ബാപ്പയും ഹജ്ജും ഉംറയും ചെയ്യണം. 3 ആൺമക്കളുണ്ട്. മതപരമായും ഭൗതിക എല്ലാവർക്കും, എന്നാലും ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാകാൻ, തൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാകണം എന്ന ഒറ്റ നീയത്തോടെ ഒരു പവൻ കുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയുള്ള ദയാലുവായ അല്ലാഹ് തൻ്റെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന ആഗ്രഹമുള്ള ഒരു പൊന്നുമോൻ, അല്ലാഹുവേ, ഒരു പവന് സദക്ക, ഒരു പവന് സ്വർണം സദക്ക ചെയ്തിരിക്കുന്നു, നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പെരുന്നാളിന്റെ സന്തോഷമാക്കണേ അല്ലാ. ഇതുപോലെ ഒരു നല്ല മകനെ എനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അവര് സന്തോഷിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകാം. പെണ്ണുങ്ങൾക്ക് അറിയൂ, തൻ്റെ പൊന്നുമകളെ ഹാഫിളാകാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. തൻ്റെ പൊന്നുമകൾ ഹാഫിളാകണം, അവർക്ക് നല്ല ഒരു ജീവിതം കിട്ടണമെന്ന നിയത്തോടെ ഒരു സ്വർണത്തിന്റെ ചെയിൻ കുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയുള്ള ദയാലുവായ അല്ലാഹ്, താൻ നൊന്ത് പ്രസവിച്ച തൻ്റെ പൊന്നുമോള് അള്ളാഹുവിൻ്റെ ഖുർആൻ മുഴുവനും പഠിക്കണമെന്ന ആഗ്രഹത്തോടെ കൊണ്ടുവിട്ടിരിക്കുകയാണ്. ആ പൊന്നുമോൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊടുക്കണേ പടച്ചവരെ, ഓർമ്മശക്തി കൊടുക്കണേ പടച്ചവരെ. അള്ളാഹുവേ, ആ പൊന്നുമോളെ നീ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. തൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ തമ്പുരാനെ. ഒരു നല്ല ജീവിതം നൽകണേ അല്ലാ, ഒരു നല്ല ജീവിതം നൽകണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ.